അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് ട്രാൻസ്ഡക്ഷൻ ഓഫ് വിഷ്വൽ സിഗ്നൽസ് ആണ്. വിഷ്വൽ സിഗ്നൽസിൻ്റെ ട്രാൻസ്ഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? പൊതുവേ ട്രാൻസ്ഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റിമുലസിനെ ഇലക്ട്രിക്കൽ സ്റ്റിമുലസ് ആയിട്ട് മാറ്റുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ട്രാൻസ്ഡക്ഷൻ എന്ന് പറയുക. അത് ഏത് സ്റ്റിമുലസ് ആയിക്കോട്ടെ, ലൈറ്റ് ആവാം, ഷുഗർ ആവാം, അങ്ങനെ എന്ത് സ്റ്റിമുലസ് ആണോ അതിനെ ഇലക്ട്രിക്കൽ സ്റ്റിമുലസ് ആക്കി മാറ്റുന്ന പ്രോസസ്സാണ് നമ്മുടെ ട്രാൻസ്ഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വരുന്നത് വിഷ്വൽ സിഗ്നൽസിൻ്റെ ട്രാൻസ്ഡക്ഷനാണ്. അപ്പോൾ ഫോട്ടോ ട്രാൻസ്ഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോട്ടോൺസാണ് നമുക്കറിയാം, ലൈറ്റ് ഫോട്ടോൺസ് ആയിട്ടാണ് കാണപ്പെടുന്നത്, എനർജി പാക്കറ്റ്സ് ആയിട്ട്. ഓക്കെ, അപ്പോൾ ഈ ഫോട്ടോൺസിനെ എന്ത് ചെയ്യാമെന്നറിയാം, ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ട്രാൻസ്ഡക്ഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഡക്ഷൻ ഓഫ് വിഷ്വൽ സിഗ്നൽസ് ഓർ ഫോട്ടോ ട്രാൻസ്ഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പാർട്ട് ഞാൻ ആദ്യം പറയാം, കുറച്ച് ടഫായിട്ട് തോന്നും, എന്നാലും വലിയ പണിയൊന്നുമില്ല, സംഭവം മനസ്സിലായി കഴിഞ്ഞാൽ സിമ്പിളാണ്. നേരത്തെ പഠിച്ച എല്ലാ ഭാഗങ്ങളും നല്ല ഓർമ്മ വേണം ഈ ഭാഗം എടുക്കുമ്പോൾ, എന്നാലേ അത് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. ഓക്കെ, പിന്നെ നമുക്കറിയാം ഈ ഭാഗം കുറച്ച് കോംപ്ലക്സ് ആണ്. കാരണം ട്രാൻസ്ഡക്ഷൻ ഓഫ് വിഷ്വൽ സിഗ്നൽസ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു കോംപ്ലക്സ് പ്രോസസ്സാണ്. അതിൽ ഫോട്ടോ കെമിക്കലായിട്ടുള്ള, എൻസൈമാറ്റിക് ആയിട്ടുള്ള, അയോണിക് റിയാക്ഷൻസ് എല്ലാം, ഇത് മൂന്നുമൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് സ്ട്രക്ചറും പിന്നെ മുമ്പ് പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മ വേണം. ഓക്കെ, പിന്നെ ഇതിൽ നമ്മുടെ ഇലക്ട്രോ ഫിസിയോളജിക്കൽ റെസ്പോൺസ് ജനറേറ്റ് ചെയ്യും, അതിനെ ഫോട്ടോ റിസപ്റ്റേഴ്സ് എല്ലാം അബ്സോർബ് ചെയ്യും, എന്നിട്ട് അതിനെ സിനാപ്സിലേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യും. ഓക്കെ, ഒരു ഇലക്ട്രോ ഫിസിയോളജിക്കൽ റെസ്പോൺസ് ജനറേറ്റ് ചെയ്യും ഫോട്ടോ റിസപ്റ്റർ സെല്ലിന്, എന്നിട്ട് അതിനെ അബ്സോർബ് ചെയ്തിട്ട് അതിനെ സിനാപ്സിലേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യും. അങ്ങനെ അത് വിഷ്വൽ കോർട്ടെക്സിലേക്ക് എത്തും. ഇത് ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് വിഷ്വൽ കോർട്ടെക്സിൽ എത്തുന്നത് വരെയുള്ള ഈ ഒരു ട്രാവലിങ്ങിനെയാണ് നമ്മൾ ട്രാൻസ്ഡക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും പറയാനുള്ള കാര്യം. പിന്നെ ആദ്യമായിട്ട് പറയാം, എന്താ വെച്ചാൽ ഇത് ഞാൻ പല സ്ഥലങ്ങളിലൊക്കെ നോക്കിയിട്ട് റെഡിയാക്കിയ ലെക്ചർ നോട്ടാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല, ഇത് എൻ്റെ ഒരു ലെക്ചർ നോട്ടാണ്, ഞാൻ നോട്ടായിട്ട് എനിക്ക് എഴുതാൻ പറ്റിയിട്ടില്ല, പല സ്ഥലത്തും പല ഇതായിട്ട് വന്നിട്ടുള്ളതുകൊണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ ഭാഗം നന്നായിട്ട് കേട്ട് മനസ്സിലാക്കിയിട്ട് ലെക്ചർ നോട്ട് എഴുതിയാൽ മതി. ഈ ഭാഗത്ത് പറയുന്ന എല്ലാ പോയിൻറ്റ്സും വെച്ചിട്ട് ലെക്ചർ നോട്ട്സ് എഴുതിയാൽ മതി, അല്ലാണ്ട് നോട്ട്സായിട്ട് ഞാൻ അയച്ചു തരില്ല. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് ഞാൻ പറഞ്ഞ പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ പ്രോസസ്സ് നടക്കുന്നത് നമ്മുടെ റെറ്റിനയുടെ സ്ട്രക്ചർ അറിയില്ലേ, അതിൻ്റെ റെറ്റിനയുടെ ഉള്ളിൽ തന്നെ ഫോട്ടോ പിഗ്മെൻറ്റ്സ് ഉണ്ടല്ലോ, നമ്മുടെ റോഡോപ്സിൻ പിഗ്മെൻറ്റ്സ് ഉണ്ടല്ലോ, ഫോട്ടോ റിസപ്റ്ററിൻ്റെ ഉള്ളിലാണ് ഈ പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ ആദ്യം പറയാൻ വിചാരിച്ച കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ ഫോട്ടോ റിസപ്റ്റേഴ്സിൽ ഒരു പ്രോട്ടീൻ ഉണ്ട്. ആ പ്രോട്ടീൻ്റെ പേരാണ് ഗ്വാനലോസൈക്ലേസ്, GC, ഗ്വാനലോസൈക്ലേസ്. ഈ പ്രോട്ടീന് നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തുള്ള, അതായത് ഫോട്ടോ റിസപ്റ്റേഴ്സിലുള്ള GTPയെ CGMP ആയിട്ട് മാറ്റും. ഗ്വാനലോസൈക്ലേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോട്ടീൻ നമ്മുടെ ഫോട്ടോ റിസപ്റ്റേഴ്സിൻ്റെ ഒരു സൈഡിലായിട്ട്, അതിൻ്റെ ഫോട്ടോ റിസപ്റ്റേഴ്സിൻ്റെ ഉള്ളിൽ വരുന്നൊരു ഭാഗമാണ്, അതിൻ്റെ ഒരു സൈഡിലായിട്ട് വരും. ഇത് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ GTPയെ CGMP ആകും. GTP എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ATPയുടെ വേറൊരു ഫോമാണ് GTP, എനർജി ഫോമാണ് GTPയെ CGMP എന്ന് പറഞ്ഞാൽ സൈക്ലിക് ഗ്വാനോ മോളിക്കുലർ ഫോസ്ഫേറ്റ്, CGMP ആക്കി. ഇതൊക്കെ എനർജിയുടെ മറ്റു ഫോംസ് തന്നെയാണ്, അതിൻ്റെ സ്ട്രക്ചറിലും കാര്യങ്ങളിലൊക്കെ മാറ്റം വരും എന്നുള്ളതാണ്. അപ്പോൾ ഈ CGMP ആക്കിയിട്ട് മാറ്റും. ഈ CGMP നമ്മുടെ ഈ ഓരോ ഫോട്ടോ റിസപ്റ്റേഴ്സിലും Na+ൻ്റെ ചാനൽസ് ഉണ്ട്. ഈ പിക്ചർ നോക്കാം, ഇതിൽ Na+ന് കടന്നു പോകാൻ പറ്റിയിട്ടുള്ള ചാനൽസ് ഉണ്ട്. ഈ Na+ ചാനൽസ് സാധാരണഗതിയിൽ അത് ക്ലോസ്ഡ് ആയിട്ട് ഇരിക്കുമായിരിക്കും. അപ്പോൾ ഡാർക്ക് വിഷനിലാണ്, ഡാർക്കായിട്ടുള്ള ടൈമിലാണ്
അപ്പോൾ ഈ പറഞ്ഞ ഇത് നടക്കുന്നത് ഈ CGMP എന്ത് ചെയ്യും വെച്ചാൽ ഇതിൻ്റെ Na+ൻ്റെ ചാനൽസിൽ പോയിട്ട് കമ്പൈൻ ചെയ്തിട്ട് ആ നമ്മുടെ ഓപ്പണിംഗ് ഉണ്ടല്ലോ അതിൻ്റെ ചാനൽസ് അത് ക്ലോസ്ഡ് ആയി കിടക്കല്ലേ അതിനെ പോയിട്ട് ഓപ്പൺ ആക്കും. അങ്ങനെ ഓപ്പൺ ആയിട്ട് ഡാർക്കിലാണ് കേട്ടോ, ലൈറ്റ് ഇല്ലാത്ത സമയത്താണ് ഇത് നടക്കുക. അപ്പോൾ ഈ Na+ ഒക്കെ കൂടെ എന്ത് ചെയ്യും, ഉള്ളിലേക്ക് കടക്കും. എന്തിൻ്റെ ഉള്ളിലേക്ക്? നമ്മുടെ ഫോട്ടോ റിസപ്റ്റേഴ്സ് ആയിട്ടുള്ള റോഡ്സും കോൺസും ആണ്. അപ്പോൾ ഇത് റോഡ്സാണ്. അപ്പോൾ റോഡ്സിൻ്റെ ഉള്ളിലേക്ക് കടക്കും. അങ്ങനെ Na+ ഒക്കെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്താ ഉണ്ടാവുക, കുറേ പോസിറ്റീവ് ആവും, പുറത്ത് നെഗറ്റീവും ഉള്ളിൽ കൂടുതൽ പോസിറ്റീവ്സും വരും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ കണ്ണിലെ ഇരുട്ടത്തെ നമ്മുടെ വിഷ്വൽ റിസപ്റ്ററിൻ്റെ അവസ്ഥ. എന്നാൽ നമ്മുടെ കണ്ണിലേക്ക് ലൈറ്റ് ഒന്ന് പതിക്കുമല്ലോ. ഈ ലൈറ്റ് വന്ന് പതിക്കുമ്പോൾ എന്താ സംഭവിക്കാമെന്നറിയോ? നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങൾ ആലോചിക്കാം. ഈ 11 റെറ്റിനാള് എന്തായിട്ട് ഐസോമറൈസ് ചെയ്യും, അത് ഓൾട്രാൻസ് റെറ്റിനാളാവും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഓൾട്രാൻസ് റെറ്റിനാളാവുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് മെറ്റാറോഡോപ്സിൻ 2 ഉണ്ടാകും എന്ന് പറഞ്ഞിരുന്നു. ഈ മെറ്റാറോഡോപ്സിൻ 2 ഭയങ്കര ആക്റ്റീവ് ഫോം ഓഫ് റോഡോപ്സിനാണ് നമുക്കറിയാം. അതിൽ ഓപ്സിനായിട്ടും റെറ്റിനാളായിട്ടും, അതായത് ഓൾട്രാൻസ് റെറ്റിനാളായിട്ടും പെട്ടെന്ന് തന്നെ സ്പ്ലിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മെറ്റാറോഡോപ്സിൻ 2 ആണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ മെറ്റാറോഡോപ്സിൻ 2ൻ്റെ അതുവരെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുക. ലൈറ്റ് വന്ന് പതിക്കുമ്പോൾ ഇങ്ങനെ മെറ്റാറോഡോപ്സിൻ 2 ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മെറ്റാറോഡോപ്സിൻ ഒരു സ്പെസിഫിക് പ്രോട്ടീനായിട്ടുള്ള ട്രാൻസ്ഡ്യൂസിൻ, നമ്മുടെ സ്പെസിഫിക് പ്രോട്ടീനായിട്ടുള്ള ട്രാൻസ്ഡ്യൂസിനെ ആക്ടിവേറ്റ് ചെയ്യും. ഈ ട്രാൻസ്ഡ്യൂസിൻ ഒരു സ്പെസിഫിക് പ്രോട്ടീനാണ്, നമ്മുടെ വിഷ്വൽ റിസപ്റ്ററിലുള്ള ഒരു സ്പെസിഫിക് പ്രോട്ടീനാണ്. ഇത് ഇനാക്റ്റീവായിട്ട് കിടക്കുകയായിരിക്കും. അപ്പോൾ ലൈറ്റ് വന്ന് പതിക്കുമ്പോൾ നമ്മുടെ മെറ്റാറോഡോപ്സിൻ 2 ആണ് പോയിട്ട് അതിനെ ആക്ടിവേറ്റ് ചെയ്യുന്നത്. പല ബുക്കിലും മെറ്റാറോഡോപ്സിൻ 2 എന്നുമുണ്ട്, ചില ബുക്കിൽ അത് ഓപ്സിൻ ആണെന്നും പറയുന്നുണ്ട്. ഏതായിരുന്നാലും മെറ്റാറോഡോപ്സിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഓപ്സിനും റെറ്റിനാളും കൂടെ കൂടിയ ഒരു ഫോമാണല്ലോ. അപ്പോൾ ഇതിൽ ചിലപ്പോൾ ഏതായാലും ഈ മോളിക്യൂളാണ് മെറ്റാറോഡോപ്സിൻ 2 ആണെന്ന് പഠിക്കാം. ഓക്കെ, ചില സ്ഥലങ്ങളിൽ ഓപ്സിൻ ആണെന്നും കാണും കേട്ടോ. അപ്പോൾ ഈ മെറ്റാറോഡോപ്സിൻ 2 പോയിട്ട് ട്രാൻസ്ഡ്യൂസിൻ ഒരു G പ്രോട്ടീൻ എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട്. ഇതിനെ പോയി ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ട്രാൻസ്ഡ്യൂസിൻ എന്ത് ചെയ്യുന്നറിയോ, ഒരു സ്പെഷ്യൽ എൻസൈം ഉണ്ട് നമ്മുടെ വിഷ്വൽ റിസപ്റ്ററിൽ, അതിൻ്റെ പേരാണ് ഫോസ്ഫോഡയസ്റ്ററേസ്. അതിനെ പോയിട്ട് ആക്ടിവേറ്റ് ചെയ്യും. അങ്ങനെ 2 ആക്ടിവേഷൻ അവിടെ നടക്കും. മെറ്റാറോഡോപ്സിൻ 2 പോയിട്ട് ട്രാൻസ്ഡ്യൂസിനെ എന്ത് ചെയ്യും, ആക്ടിവേറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് ട്രാൻസ്ഡ്യൂസിൻ പോയിട്ട് ഫോസ്ഫോഡയസ്റ്ററേസ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ എൻസൈമിനെ ആക്ടിവേറ്റ് ചെയ്യും. ഓക്കെ, ഇങ്ങനെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് ഞാൻ പറഞ്ഞ ആദ്യത്തെ സ്റ്റെപ്പ്. ഓക്കെ, മെറ്റാറോഡോപ്സിൻ 2 ട്രാൻസ്ഡ്യൂസിൻ GT1 അല്ലെങ്കിൽ ട്രാൻസ്ഡ്യൂസിൻ എന്ന് പറയും. ഇത് ഫോസ്ഫോഡയസ്റ്ററേസിനെ ആക്ടിവേറ്റ് ചെയ്യും. ഈ ഫോസ്ഫോഡയസ്റ്ററേസ് പോയിട്ട് ആക്ട് ചെയ്യുന്നത് നമ്മുടെ CGMP ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞ ഡാർക്കിലാകുമ്പോൾ നമ്മുടെ CGMP എന്തായിട്ടാണ് നിൽക്കുന്നത്, GTP CGMP ആയിട്ടാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മുടെ Na+ന് ഉള്ളിലേക്ക് കടക്കാൻ പറ്റിയതെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ എന്താ സംഭവിക്കുക വെച്ചാൽ ഇപ്പോൾ ഫോസ്ഫോഡയസ്റ്ററേസ് എന്ന് പറഞ്ഞ പുതിയൊരു എൻസൈം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ എൻസൈം CGMPയെ ബ്രേക്ക് ഡൗൺ നടത്തിയിട്ട് GMP ആയിട്ട് മാറ്റും. ഓക്കെ, ഇങ്ങനെ GMP ആയിട്ട് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ചാനൽസും അവിടെ ക്ലോസ്ഡ് ആവും. Na+ൻ്റെ ചാനൽസ് ആയിരുന്നു അവിടെ ഓപ്പൺ ആയിരുന്നത്, അത് അങ്ങോട്ട് ക്ലോസ് ആവും. അവിടെ Na+ ഉള്ളിലേക്ക് വരാതാവും. ഇങ്ങനെ Na+ ഉള്ളിലേക്ക് വരാതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സെല്ലിൻ്റെ നമ്മുടെ വിഷ്വൽ റിസപ്റ്ററിൻ്റെ ഉള്ളിലെ കൂടുതൽ നെഗറ്റീവ് ആകും, പുറത്ത് പോസിറ്റീവ് ആകും. ഇങ്ങനെ ഒരു സെല്ലിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് ചാർജ് കൂടുതലാണെങ്കിൽ അതിനെയാണ് ഹൈപ്പർ പോളറൈസേഷൻ എന്ന് പറയാം. അങ്ങനെ ഇപ്പോൾ നമ്മുടെ വിഷ്വൽ റിസപ്റ്റർ ഹൈപ്പർ പോളറൈസ്ഡ് സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്. ഇതുവരെയുള്ള കാര്യം ഞാൻ ജസ്റ്റ് എനിക്ക് അങ്ങനെ വരക്കാൻ വലിയ കഴിവില്ലാത്തതുകൊണ്ടാണ് ഞാനത് കാണിക്കാത്തത്. അപ്പോൾ അത് ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനല്ല, വേറൊരു വീഡിയോ യൂട്യൂബിലുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ നല്ല മനസ്സിലാവുന്നുണ്ട്.
അത് ഞാനൊന്ന് ഇതിൽ കാണിച്ചു തരാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. ഓക്കെ, ഈ പാർട്ട് കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ, ഇനി വരുന്ന ഭാഗം. It activates a very, very specific protein. You know there's a protein over here? There's like a transducin protein. Let's say here's actually going to be this transducin protein. So here's a little transducin protein. So it activates a protein called transducin. This transducin protein will then go and activate a special enzyme over here. There's an enzyme here, and this enzyme is called phosphodiesterase. So it activates a special enzyme called phosphodiesterase. Why is this important? Let me draw another phosphodiesterase over here too. ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് നടക്കുന്നത് നമ്മുടെ റോഡ്സ് അല്ലെങ്കിൽ വിഷ്വൽ റിസെപ്റ്റർ ആയിട്ടുള്ള റോഡ്സ് കോൺസ് അതിൻ്റെ ഉള്ളിലാണ് കേട്ടോ. അപ്പോൾ ഇത് റോഡ്സേഴ്സിൻ്റെ ഉള്ളിലാണ് ഈ ചിത്രം വരക്കുന്നത്. അപ്പോൾ നമുക്ക് വലിയ ചിത്രമാക്കിയോണ്ട് കൺഫ്യൂഷൻ വരണ്ട, അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യമാണ് പറയുന്നത് കേട്ടോ. Here's why this phosphodiesterase is important. Because there's actually something else happening at the same time this is occurring. There's actually another protein on this surface here that's usually functioning very, very well. And this enzyme here is called adenylate cyclase. Adenylate cyclase. Actually, no, I lied. This is called guanylyl cyclase. This is called ഇപ്പോൾ പറയുന്ന പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്വാനിലോ സൈക്ലേസ്. ഞാൻ ആദ്യം ഫസ്റ്റ് പറഞ്ഞ പോയിൻ്റ് ഗ്വാനിലോ സൈക്ലേസ് ആണ് എന്തിന് സഹായിക്കുന്നത്. ഗ്വാനിലോ സൈക്ലേസ് ഡാർക്കിൽ എന്താക്കും, നമ്മുടെ NA+ ചാനൽസിനെ തുറക്കാൻ സഹായിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള പോയിൻ്റ് ഉണ്ടല്ലോ, GTP CGMP ആയിട്ട്. CGMP ആണ് സഹായിക്കുന്നത്. ആ പോയിൻ്റ് ഇപ്പോഴാണ് കേട്ടോ പറയുന്നത്. അത് ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവുള്ളൂ എന്നുള്ളതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇതിൽ പറയുന്നത് രണ്ടാമതായിട്ടാണ് പറയുന്നത്. ഇങ്ങനൊരു ആദ്യം ഇവിടെ ഇങ്ങനൊരു സംഭവം നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ബാക്കി കാര്യങ്ങൾ വീണ്ടും പറയുന്നത്. ഓക്കെ, guanylyl cyclase. What guanylyl cyclase is doing is it's taking and converting a molecule called GTP and it's converting into what's called cyclic GMP. Cyclic GMP. Why is this important? Because cyclic GMP is normally bound to these special types of channels on the membrane. So it's bound to special types of channels here on the rod's cell membrane. Let's draw these channels here. Let's say here I have one channel. Okay, here I have another channel here. And then here I have two more channels here. Here's another channel. And here's one more channel. Okay, why is this cyclic GMP important? Cyclic GMP has little pockets on these channels here. It has little pockets that it can bind to. So cyclic GMP could actually bind onto this channel here. It could bind onto this channel here. And it could bind onto this channel here. And again, this channel here. When it binds onto these channels, it activates these channels here and opens up the channels to allow for specific ions to flow in. These ions are going to be sodium and calcium. If these ions are flowing into the cell, what are they doing to the inside of the cell? They're making the inside of the cell positive. If you make the inside of the cell positive, it tries to bring about a excitatory postsynaptic potential. It tries to bring the actual cell to threshold to generate what's called an EPSP. These cells, these photoreceptors, do not generate action potentials. You have to remember that. They do not generate action potentials. They generate what's called receptor potentials or graded potentials, excitatory postsynaptic potentials. But here's the problem. When light rays hits the rhodopsin, it converts 11 cis into all trans, which frees up the opsin. The opsin activates a transduction. The transducin goes and activates. ഈ വീഡിയോയിൽ ഓപ്സിനാണ് ട്രാൻസ്ഡ്യൂസിനെ ആക്ടിവേറ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്സിൻ എന്നും എഴുതാം, അല്ലെങ്കിൽ മെറ്ററോഡോപ്സിൻ എന്നും എഴുതാം. അത് പല സ്ഥലത്തും ഡിഫറൻസ് ഉള്ളതുകൊണ്ടാണ് ഞാനത് അങ്ങനെ പറഞ്ഞത്. രണ്ടാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരേ കാര്യം തന്നെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം മെറ്ററോഡോപ്സിൻ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പ്ലിറ്റായിട്ട് ഓപ്സിനും ട്രാൻസ്റെറ്റിനാളും ആയിട്ട് മാറുന്നുണ്ട്, ഓൾ ട്രാൻസ്റെറ്റിനാളായിട്ട് മാറുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓപ്സിനാണെന്ന് കേട്ടോ പറയുന്നത്. It's this phosphodiesterase enzyme. So again, what would it do over here? It would come over here and activate this phosphodiesterase enzyme. Guess what phosphodiesterase does? It breaks down this actual cyclic GMP. It breaks down the cyclic GMP.
If you break down this cyclic GMP, then cyclic GMP is no longer going to be active. If this cyclic GMP is not active, then what's it not going to be able to do then? It's not going to be able to bind onto these channels. If it can't bind onto these channels close. These channels close. And then what happens? Sodium ions and calcium ions will not move into this photoreceptor, this rod in this case. They'll actually be prevented from coming out. Coming into this actual cell, right? So let's review this real quick just to make sure it's all clear here. First thing, light rays hits the rhodopsin. Second thing, it converts 11 cis into all trans. Third thing is it takes opsin and then it frees up opsin to bind onto transducin. Transducin activates phosphodiesterase. Now, normally, in this rod, it's having GTP being converted into cyclic GMP through guanylyl cyclase. And cyclic GMP is binding onto these sodium and calcium channels on the membrane, keeping them open so that sodium and calcium can come in. But whenever the light rays are there, it activates this phosphodiesterase enzyme. And what does the phosphodiesterase do? It breaks down the cyclic GMP. If cyclic GMP is broken down, his concentration decreases. If it decreases, then he can't keep these channels open. If these channels aren't going to be open, they'll stay closed, and then the sodium ions and calcium ions can't come in. If the sodium and the calcium ions can't come in, what happens to the cell? It becomes less positive. So the cell becomes less positive. So if it becomes less positive, or we can even think about it like this, if it becomes less positive, it's actually becoming a little bit negative. So if it's less positive, it can actually become a little bit more negative. What is this called then? The cell is becoming increasingly more negative or less positive. This is called hyperpolarization. So it'll cause what's called hyperpolarization. If you guys can think about it like this, let's imagine I draw here a graph for a second. Okay. ഇപ്പോൾ പറഞ്ഞത് ഹൈപ്പർ പോളറൈസേഷൻ വരെയാണ്. സെല്ലിൻ്റെ ഉള്ളിൽ നമ്മുടെ വിഷ്വൽ റിസപ്റ്റർ സെല്ലിൻ്റെ ഉള്ളിൽ കൂടുതലായിട്ടും എന്തായിരിക്കും എന്ന് പറഞ്ഞു? മോർ നെഗറ്റീവ് ആയിരിക്കും. അവിടെ ഹൈപ്പർ പോളറൈസേഷനാണ് നടക്കുന്നത് എന്ന് പറഞ്ഞു. ഇനി ഇങ്ങനെ കൂടുതൽ നെഗറ്റീവ്സ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഹൈപ്പർ പോളറൈസേഷൻ എന്ന് പറഞ്ഞു. ഇങ്ങനെ ഹൈപ്പർ പോളറൈസേഷൻ നടക്കുമ്പോൾ നമ്മുടെ വിഷ്വൽ റിസപ്റ്ററിൻ്റെ ആക്സോൺസിൽ എന്തുണ്ടാവില്ല? ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാവില്ല. അത് വളരെ ലോ ആയിരിക്കും. ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം. പിന്നെ അതുപോലെ തന്നെ താഴേക്കൊക്കെ അപ്പോൾ ഇവിടെ ഉള്ളിൽ നെഗറ്റീവും പുറത്ത് പോസിറ്റീവും ആണല്ലോ. എന്നാൽ ഇതിൻ്റെ ഒരു നമ്മുടെ ഇതുണ്ടല്ലോ, വിഷ്വൽ റിസപ്റ്റർ ഉണ്ടല്ലോ, ഇതിൻ്റെ സിനാപ്റ്റിക് വെസിക്കിൾസ് ഉണ്ടല്ലോ, ഈ ഭാഗത്ത്, അതായത് ഏറ്റവും അടിയിലായിട്ട് ഈ ഭാഗത്ത് ചില കാൽഷ്യം Ca2+ ചാനൽസ് ഉണ്ട്. ഈ Ca2+ ചാനൽസ് സാധാരണ Ca2+ ഉള്ളിലേക്ക് വരും ഡാർക്ക് ടൈമിൽ. പക്ഷേ ഇവിടെ ഇപ്പോൾ അത് ഇനാക്ടിവേറ്റ് ആയിട്ട് നിൽക്കുകയാണ്. വലിയ ആക്ടിവേഷനൊന്നുമില്ല. എന്നിരുന്നാലും ചിലപ്പോൾ ചെറുതായിട്ടൊക്കെ നന്നായിട്ട് കാൽഷ്യം ട്യൂബ്ലെസ് ഉള്ളിലേക്ക് കിടക്കുന്ന ചാനലാണ്. പക്ഷേ ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ഹൈപ്പർ പോളറൈസ്ഡ് സ്റ്റേജിൽ ഒന്നുകിൽ തീരെ കുറഞ്ഞ ഇതിൽ വരില്ല, അല്ലെങ്കിൽ വെരി ലോ ആയിട്ട് വരും. Ca2+ ഉള്ളിലേക്ക് വരും. ഈ Ca2+ ഉള്ളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഹൈപ്പർ പോളറൈസേഷൻ സംബന്ധിച്ച് ഇൻഹിബിറ്റഡ് ആണെന്ന് പറഞ്ഞു. ഇങ്ങനെ ഉള്ളിലേക്ക് വരുമ്പോൾ അവിടെ ഈ Ca2+ ചാനൽസിൽ നിന്ന് ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ പ്രൊഡ്യൂസ് ചെയ്യും. ഇതാണ് ഗ്ലൂട്ടാമേറ്റ്. ഈ ഗ്ലൂട്ടാമേറ്റ് അത് ഒരുപാടൊന്നും ഉണ്ടാവില്ല, വെരി ലോ അളവിലാണ് ഇതുണ്ടാകുക, അല്ലെങ്കിൽ കുറഞ്ഞ അളവിലേ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ തീരെ ഉണ്ടാവില്ല. ഇതിനെയാണ് ഗ്ലൂട്ടാമേറ്റ് എന്ന് പറയുക. ഈ ഗ്ലൂട്ടാമേറ്റാണ് നമ്മുടെ ഈ ട്രാൻസ്ഡക്ഷൻ നടക്കുമ്പോൾ അവിടെ ആക്ട് ചെയ്യുന്ന സിനാപ്സിൻ്റെ അടിയിൽ വരുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ, വിച്ച് ഈസ് ഗ്ലൂട്ടാമേറ്റ്. ഓക്കെ, ഇങ്ങനെ ഗ്ലൂട്ടാമേറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പോയിട്ട് അടുത്ത നമ്മുടെ ബൈപ്പോളാർ സെല്ലിൻ്റെ ബൈപ്പോളാർ ന്യൂറോണിനെ പോയിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യും. മനസ്സിലായോ? നമ്മുടെ നേരത്തെ പഠിച്ച സ്ട്രക്ചർ നോക്കാം. ഇതിൽ നമ്മുടെ റോഡ് സെൽസിൻ്റെയും കോൺ സെൽസിൻ്റെയും കണ്ടിന്യൂസ് ആയിട്ട് വരുന്നത് പിങ്ക് കളറിൽ കാണുന്ന നമ്മുടെ ബൈപ്പോളാർ സെല്ലാണ് അല്ലേ. ഈ ബൈപ്പോളാർ സെൽസിൻ്റെ ന്യൂറോൺസ്, അതായത് ഈ ഭാഗത്ത് വന്നിട്ട് ഇവിടുന്നാണ് നമ്മുടെ
എന്ത് റിലീസ് ചെയ്യുന്നത്, ഗ്ലൂട്ടാമേറ്റ് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഗ്ലൂട്ടാമേറ്റ് പോയിട്ട് നെക്സ്റ്റ് ബൈപ്പോളാർ സെല്ലിനെ ആക്ടിവേറ്റ് ചെയ്യും. ഓക്കെ, ഇങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്യും. ഇപ്പോൾ നമ്മുടെ റോഡ് സെൽസിൻ്റെ CA2+, അപ്പോൾ പുറത്ത് നെഗറ്റീവും ഉള്ളിൽ പുറത്ത് പോസിറ്റീവ് ഉള്ളിൽ നെഗറ്റീവായിട്ടുള്ള അവസ്ഥ ഉണ്ടല്ലോ, ഇതിൻ്റെ നമ്മുടെ റോഡ്സിൻ്റെ കോൺസിൻ്റെ ഒക്കെ, ആ ഒരു ഇതിനെ നമ്മൾ റിസപ്റ്റർ പൊട്ടൻഷ്യൽ എന്നാണ് പറയാം. അങ്ങനെ റിസപ്റ്റർ പൊട്ടൻഷ്യലാണ് റോഡ്സിലും കോൺസിലും ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ഇപ്പോൾ നെക്സ്റ്റ് ഭാഗത്തേക്ക് നമ്മൾ ഗ്ലൂട്ടാമേറ്റിനെ പ്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന നമ്മുടെ റോഡ്സിൻ്റെ കോൺസിന് കണ്ടിന്യൂസ് ആയിട്ട് ബൈപ്പോളാർ സെല്ലിൻ്റെ പുറം ഭാഗത്ത് പോസിറ്റീവും ഉള്ളിൽ നെഗറ്റീവുമായിട്ട് വരും. ഓക്കെ, അപ്പോൾ ബൈപ്പോളാർ സെൽസും റിസപ്റ്റർ പൊട്ടൻഷ്യൽ ഉണ്ടാക്കും. അവിടെ ബൈപ്പോളാർ സെൽസും റിസപ്റ്റർ പൊട്ടൻഷ്യലായിരിക്കും. എന്നിട്ട് ഈ ബൈപ്പോളാർ ന്യൂറോൺസ് റിസപ്റ്റർ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് ഒരു സാധാരണ ഗ്ലൂട്ടാമേറ്റ് നേരത്തെ കുറച്ചല്ലേ പ്രൊഡ്യൂസ് ചെയ്തിരുന്നു. എന്നാൽ ബൈപ്പോളാർ സെല്ലിലെത്തുമ്പോൾ ഗ്ലൂട്ടാമേറ്റ് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഇത് നെക്സ്റ്റ് വരുന്ന ഗാംഗ്ലിയോണിക് സെല്ലിലേക്ക്, കണ്ടില്ലേ, ഗ്രീൻ കളറിൽ വരുന്ന ഗാംഗ്ലിയോണിക് സെല്ലിലേക്ക് കൂടുതലായിട്ടും ഗ്ലൂട്ടാമേറ്റിനെ റിലീസ് ചെയ്യും. ഇങ്ങനെ ഗ്ലൂട്ടാമേറ്റ് കൂടുതലായിട്ട് റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഗാംഗ്ലിയോണിക് സെല്ല് എന്ത് ചെയ്യാൻ പറ്റുമെന്നറിയോ, അങ്ങനെ കൂടുതലായിട്ടും ഗ്ലൂട്ടാമേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഗാംഗ്ലിയോണിക് സെല്ലിൽ വരുമ്പോൾ അവിടെ ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ ക്രിയേറ്റ് ചെയ്യും. അതുവരെ ആദ്യം രണ്ട് സ്ഥലങ്ങളും റിസപ്റ്റർ പൊട്ടൻഷ്യലാണ്. ആക്ഷൻ പൊട്ടൻഷ്യൽ ക്രിയേറ്റ് ചെയ്യുന്നത് ഗാംഗ്ലിയോണിക് സെല്ലിലെത്തുമ്പോഴാണ്. ഇങ്ങനെ ഗാംഗ്ലിയോണിക് സെല്ലിലെത്തിയിട്ട് ആക്ഷൻ പൊട്ടൻഷ്യൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നീട് നമ്മുടെ ഒപ്റ്റിക് നെർവ് ഫൈബർ ഉണ്ടല്ലോ, ഗാംഗ്ലിയോണിക് സെല്ല് കഴിഞ്ഞ് നേരെ ആക്സോൺസ് ആയിട്ട് പോകുന്ന ലെയർ ഓഫ് ഒപ്റ്റിക് നെർവ് ഫൈബേഴ്സാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒപ്റ്റിക് നെർവ് വഴി ഈ ആക്ഷൻ പൊട്ടൻഷ്യലിൽ നമ്മുടെ സെറിബ്രൽ കോർട്ടെക്സ്, വിഷ്വൽ കോർട്ടെക്സിലേക്ക് പോകും. ഇത്രയുമാണ് നമ്മുടെ ട്രാൻസ്ഡക്ഷൻ. ഇത് ഇനി മറ്റേ വീഡിയോയിൽ ബാക്കി വരുന്നുണ്ട്, അത് കാണിച്ചു തരാം. നോക്കട്ടെ കേട്ടോ, ടൈം അത് ഒരുപാട് ടൈമുള്ള വീഡിയോ ആയി പോകും. അപ്പോൾ ആ വീഡിയോയുടെ ഭാഗം അത് ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് ഇടാം. ഇപ്പോൾ കണ്ട ഭാഗത്തിൻ്റെ ബാക്കി ഭാഗത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് അതിൽ കാണുന്നുണ്ട്. അത് നിങ്ങൾ കണ്ടാൽ മതി. കാരണം എന്താ വെച്ചാൽ അതും കൂടി ഇതിൽ ആഡ് ചെയ്യുമ്പോൾ ഒരുപാട് കണ്ടന്റ്, ഇപ്പോൾ തന്നെ ഒരു അരമണിക്കൂറിൻ്റെ അടുത്തായിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കണ്ടാൽ മതി. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോ സ്റ്റാർട്ടിങ് മുതൽ കുറച്ച് റെറ്റിനയുടെ സ്ട്രക്ചറൊക്കെ പറഞ്ഞിട്ടാണ് ആ ഭാഗത്തേക്ക് എത്തുന്നത്. അപ്പോൾ അതൊന്നും നിങ്ങൾ കാണണമെന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം. അതൊരു 3/4 മണിക്കൂർ വീഡിയോ ഉണ്ട്. അപ്പോൾ ഈ ഭാഗം കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് ഉള്ളത് കാണാം. അപ്പോൾ അതെന്ന് വെച്ചാൽ വരച്ചിട്ട് കാണിച്ചു തരുമ്പോൾ നമുക്കൊന്നും കൂടെ മനസ്സിലാവും. അതുകൊണ്ടാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്. ഇങ്ങനെ നമ്മുടെ വിഷ്വൽ കോർട്ടെക്സിലേക്ക് എത്തുന്നു ആക്ഷൻ പൊട്ടൻഷ്യൽ ക്രിയേറ്റ് ചെയ്യുന്നത് ഗാംഗ്ലിയോണിക് സെല്ലിലാണ്. ഗാംഗ്ലിയോണിക് സെല്ല് വരെ ആക്ഷൻ പൊട്ടൻഷ്യൽ ഇല്ല. ബാക്കി രണ്ട്, അതായത് നമ്മുടെ റോഡ്സിലും കോൺസിലും അല്ലെങ്കിൽ വിഷ്വൽ റിസപ്റ്റേഴ്സിലും പിന്നെ ബൈപ്പോളാർ സെല്ലിലും റിസപ്റ്റർ പൊട്ടൻഷ്യലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷേ ആക്ഷൻ പൊട്ടൻഷ്യൽ ഗാംഗ്ലിയോൺ സെല്ലിലെത്തുമ്പോഴേക്കും ക്രിയേറ്റ് ആവും. പിന്നെ പറയാനുള്ളത് ഗ്ലൂട്ടാമേറ്റാണ് ഇവയുടെ ഇടയിൽ, സിനാപ്സിൻ്റെ ഇടയിൽ വരുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ഗ്ലൂട്ടാമേറ്റാണ് എന്നുള്ള പോയിൻറ്റുമാണ്. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ള ഭാഗമാണ് കേട്ടോ. പക്ഷേ ഇത് നമുക്കങ്ങനെ എവിടെയെങ്കിലുമൊക്കെ നോക്കി കഴിഞ്ഞാൽ അങ്ങനെ പെട്ടെന്നൊന്നും മനസ്സിലാവില്ല. പല ബുക്കിലും പല പോലെ, ചിലതിൽ കുറച്ചേ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ ക്ലിയർ ആവില്ല, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് മര്യാദക്ക് മനസ്സിലാക്കി വെക്കാം കേട്ടോ.